മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ശ്രീറാം വെങ്കട്ടരാമനെതിരെ നരഹത്യാ കുറ്റം ചുമത്താൻ ഉത്തരവ്. തിരുവനന്തപുരം 1-ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. കുറ്റങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് കോടതി. വിശദാംശങ്ങളുമായി അഞ്ജു ജയപ്രകാശ് ചേരുകയാണ്. അഞ്ജു, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ശ്രീറാം വെങ്കട്ടരാമനെതിരെ ഇപ്പോൾ ഒരു ഉത്തരവ് വന്നിരിക്കുകയാണ്. നരഹത്യാ കുറ്റം ചുമത്താനാണ് ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. തിരുവനന്തപുരം 1-ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് ഈ ഉത്തരവ്. അതായത് പോലീസ് ശ്രീറാം വെങ്കട്ടരാമനെതിരെ തനിക്കെതിരായ പോലീസ് കുറ്റപത്രം അടിസ്ഥാനരഹിതമാണെന്ന് ഈ ശ്രീറാം വെങ്കട്ടരാമൻ കോടതി അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വാദം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ നരഹത്യാ കുറ്റം ചുമത്തിയിരിക്കുന്നത്. കുറ്റങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്നാണ് കോടതി പറയുന്നത്. പ്രതി വിചാരണ നേരിടണമെന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. അടുത്ത മാസം 16-ന് ഈ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചുള്ള ഒരു കുറ്റം ചുമത്തലിന് ഹാജരാകാനും തിരുവനന്തപുരം 1-ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് 3 തവണയെങ്ങാനും കോടതി അതായത് നിർദ്ദേശിച്ചതിനെ തുടർന്ന് ഹാജരായിട്ടുണ്ടായിരുന്നില്ല. ഇന്നും കോടതിയിൽ ഹാജരാവാൻ നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ നേരിട്ട് ഈ ശ്രീറാം വെങ്കട്ടരാമൻ കോടതിയിൽ ഹാജരായിട്ടുണ്ടായിരുന്നില്ല. ഈ ജോലി സംബന്ധമായ തിരക്ക് കാരണം ഹാജരാകാൻ കഴിയില്ലെന്നായിരുന്നു കോടതി അറിയിച്ചിട്ടുണ്ടായിരുന്നത്. 4-ാം തവണയാണ് ഇത്തരത്തിൽ ശ്രീറാം വെങ്കട്ടരാമൻ ഹാജരാകാതിരിക്കുന്നത്. ഈ 2019 ഓഗസ്റ്റ് മാസം ആണ് ബഷീർ വാഹനം ഇടിച്ച് മരണപ്പെടുന്നത്. ഒപ്പം 2020 ഫെബ്രുവരി 3-നാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും ശ്രീറാമിനെയും വഫയെയും പ്രതികളാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. അതിനുശേഷം നിരവധി തവണ ഈ കേസുമായി ബന്ധപ്പെട്ട് വാദം ബോധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ശ്രീറാമിനോട് കോടതിയിൽ ഹാജരാവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ജൂൺ 6-നും ഒപ്പം മാർച്ച് 30-നും ഈ ഡിസംബർ 11-നുമൊക്കെ കേസ് പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കോടതിയിൽ ഹാജരായിട്ടുണ്ടായിരുന്നില്ല. തുടർന്ന് ഇന്നും വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും ജോലി സംബന്ധമായിട്ടുള്ള കാരണങ്ങളാൽ ഹാജരാവാൻ സാധിക്കില്ല എന്ന് കോടതി അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അതായത് സുപ്രീം കോടതി അടക്കം സമീപിച്ചിട്ടുണ്ടായിരുന്നു ഈ നരഹത്യാ കേസ് നിലനിൽക്കില്ലെന്ന ഒരു വാദം ഉന്നയിച്ചുകൊണ്ട്. പക്ഷേ സുപ്രീം കോടതി അത് നേരത്തെ തള്ളിക്കളയുകയായിരുന്നു. ഒപ്പം തന്നെ ഈ കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട ഒരു റിവിഷൻ ഹർജി ഉണ്ടായിരുന്നു. ആ റിവിഷൻ ഹർജിയാണ് തള്ളിയ സാഹചര്യത്തിലാണ് വിചാരണ കോടതി വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നത്. ശരി അഞ്ജു. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ നിർണായകമായ ഉത്തരവ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പ്രതി ശ്രീറാം വെങ്കട്ടരാമനെതിരെ നരഹത്യാ കുറ്റം ചുമത്താനാണ് തിരുവനന്തപുരം 1-ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടെ ഉത്തരവ്. കുറ്റങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്നാണ് കോടതിയുടെ നിരീക്ഷണം. കുറ്റപത്രം അടിസ്ഥാനരഹിതമാണെന്നുള്ള പ്രതിയുടെ വാദമാണ് കോടതി തള്ളിയത്. വിശദാംശങ്ങൾ നൽകിയത് അഞ്ജു ജയപ്രകാശ്.